പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വന്നതോടെ ഇന്ത്യക്ക് ഇത് സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗം എന്ന നിലയ്ക്കാണ് മോദി സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിയെ പുറം ലോകം നോക്കിക്കാണുന്നത്. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മതവിവേചനം അടിച്ചേൽപ്പിക്കാനുള്ള ഭരണകൂട നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വന്നത് സാമ്പത്തികമായും ഇന്ത്യക്ക് തിരിച്ചടിയാകും. നിയമത്തിനെതിരെ രൂപപ്പെട്ട പ്രക്ഷോഭം വിദേശ നിക്ഷേപകരിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗം എന്ന നിലയ്ക്കാണ് മോദി സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിയെ പുറം ലോകം നോക്കിക്കാണുന്നത്. സമാധാനപരമായ പ്രക്ഷോഭ പരിപാടികളെ ക്രൂരമായി അമർച്ച ചെയ്യുന്ന സർക്കാർ നീക്കത്തിനെതിരെ കടുത്ത വിമർശനമാണ് വിദേശ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര വേദികളിലും നിറയുന്നത്. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിലവിലെ സാഹചര്യം കൂടുതൽ തളർത്തുമെന്ന് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. UAE ഉൾപ്പെടെയുള്ള അറബ് ലോകം ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. താരതമ്യേന സഹിഷ്ണുതയും സുരക്ഷയുമുള്ള രാജ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യയിലേക്ക് നിക്ഷേപകർ ആകർഷിക്കപ്പെട്ടത്. എന്നാൽ വിവാദങ്ങൾ തുടർക്കഥയായതോടെ വിദേശ മണ്ണിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിക്കുകയാണ്. ഔദ്യോഗിക പ്രതികരണം ഉണ്ടായില്ലെങ്കിലും മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവേദിയായ OICയും ഇന്ത്യ കൈക്കൊണ്ട മുസ്ലിം വിരുദ്ധ നിയമനിർമ്മാണത്തെ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. പൗരത്വ വിഷയം ഉൾപ്പെടെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ അരക്ഷിതാവസ്ഥയിലാക്കിയ സമീപകാല സംഭവങ്ങളിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അതായത് OIC ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൗരത്വാവകാശങ്ങൾ, ബാബറി മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിംകൾ നേരിടുന്ന പ്രശ്നങ്ങളെ OIC സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ തത്വമനുസരിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വിവേചനം കൂടാതെ അനുവദിച്ചു കൊടുക്കണം. അതല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ സമാധാനവും സുരക്ഷയും അപകടത്തിലാവുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കുമെന്നും OIC പ്രസ്താവനയിൽ പറഞ്ഞു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവരടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിന് 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും ഈ നിയമം ഒഴിവാക്കുന്നുണ്ട്. അവർ ഇന്ത്യൻ പൗരത്വത്തിനായി ഇന്ത്യയിൽ താമസിക്കേണ്ടതിന്റെ കുറഞ്ഞ കാലാവധി 11 വർഷം എന്നതിൽ നിന്നും 5 വർഷമായി കുറയ്ക്കാൻ ഈ നിയമം അനുവദിക്കുന്നുണ്ട്. അത്തരം യോഗ്യതകളിൽ നിന്ന് മുസ്ലിങ്ങളെ ഈ നിയമം ഒഴിവാക്കുകയും ചെയ്യുന്നു. ബില്ലിന്റെ ഉടനടി ഗുണഭോക്താക്കൾ IB രേഖകൾ പ്രകാരം വെറും 30,000 ആളുകളാണ്. ബിൽ പാസാക്കിയത് ഇന്ത്യയിൽ പ്രതിഷേധത്തിന് കാരണമായി. ബില്ലിനെ എതിർക്കുന്ന നിവേദനത്തിൽ 1000-ലധികം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും ഒപ്പിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ കമ്മീഷനും ബില്ലിനെ വിമർശിച്ചിട്ടുണ്ട്. ബില്ലിന്റെ ചില വിമർശകർ ഇത് മതപരമായ വിവേചനം നിയമവിധേയമാക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.